2025 ജൂലൈ 1 ചിലിയിലെ അറ്റ്ലസ് ടെലിസ്കോപ്പിലൂടെ വാനനിരീക്ഷകർ കണ്ട കാഴ്ച ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. സൂര്യനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മറ്റൊരു നക്ഷത്രലോകത്ത് നിന്ന് നമ്മുടെ സൗരയൂഥത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു വസ്തു. ഭൂമിയുടെ 4 ഭാഗത്തായി ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്നതിനായി സ്ഥാപിച്ച ഒബ്സർവേറ്ററീസ് ആണ് അറ്റ്ലസ്. അതിലൊന്നാണ് ചിലിയിലെ അറ്റ്ലസ്. ഈ ഒബ്സർവേറ്ററിയിലൂടെ കണ്ടെത്തിയ വസ്തു വസ്തുതാപരമായി ഒരു ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റാണ്. നമ്മുടെ സൗരയൂഥത്തിൽ പെടാത്ത മറ്റ് നക്ഷത്രലോകത്തു നിന്ന് കടന്നു വരുന്ന വസ്തുക്കളാണ് ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ്. അത് കോമറ്റ് അഥവാ വാൽ നക്ഷത്രങ്ങളോ ചിഹ്നഗ്രഹങ്ങളോ ആവാം. ഈ ഒബ്ജക്റ്റിന് ശാസ്ത്രജ്ഞർ നൽകിയ പേര് 3I/Atlas എന്നാണ്. കാരണം നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വരുന്ന 3ാമത്തെ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റാണിത്. ആദ്യത്തേത് 2017 കണ്ട ഓമുവാമുവ എന്ന ഒബ്ജക്റ്റും രണ്ടാമത്തേത് 2019 കണ്ട ബോറിസോവ് എന്ന ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുമായിരുന്നു. ഈ 2 ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിൽ നിന്നും വ്യത്യസ്തമായ ചില സ്വഭാവങ്ങളും രൂപവ്യത്യാസവും ഇതിന് അസാധാരണത്വം സൃഷ്ടിക്കുന്നുണ്ട്. 58 km/s ആണ് ഇതിന്റെ വേഗത. തുടക്കത്തിൽ വാൽനക്ഷത്രമായി കരുതിയിരുന്ന ഈ വസ്തുവിന്റെ വിചിത്രമായ സഞ്ചാരപാത ഇത് വെറുമൊരു വാൽനക്ഷത്രമാണോ അതോ വ്യത്യസ്തമായ മറ്റെന്തെങ്കിലുമാണോ എന്ന ശാസ്ത്രലോകത്തെ ചിന്തിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. ഹൈപ്പർബോളിക് ഭ്രമണപഥമാണ് ഇത് പിന്തുടരുന്നത്. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്ത സയന്റിസ്റ്റായ ആവി ലൂബ് ഇത് ഭൂമിയെ നിരീക്ഷിക്കാൻ വന്ന അന്യഗ്രഹജീവികളുടെ പേടകമായേക്കാം എന്ന ഒരു വാദം ഉന്നയിച്ചിരുന്നു. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച കാരണങ്ങൾ ഈ വസ്തു സൗരയൂഥത്തിലേക്ക് കടന്നു വന്ന ആംഗിളും സ്പീഡും ആണ്. മാത്രവുമല്ല ചൊവ്വ, ശുക്രൻ, വ്യാഴം എന്നിവയുടെ അടുത്തുകൂടെ ഇത് പറക്കുന്നതും കണ്ടെത്തി. എന്നാൽ മറ്റു ശാസ്ത്രജ്ഞന്മാർ ഇത് സാധാരണ വാൽനക്ഷത്രം മാത്രമാണെന്നാണ് വിലയിരുത്തുന്നത്. വാൽനക്ഷത്രം എന്നാൽ ഒരു മഞ്ഞുവാഹകയാണ്. അത് സൂര്യനോടടുക്കുമ്പോൾ ചൂടാവുകയും ഔട്ട്ഗ്യാസിംഗ് പ്രോസസ്സിലൂടെ വാതകങ്ങളും പൊടിപടലങ്ങളും പുറത്തുവിടുകയും ചെയ്യും. ഇത് വാൽ രൂപത്തിൽ കാണുകയും തിളങ്ങുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ 3I അറ്റ്ലസിനെ നിരീക്ഷിച്ചതിലൂടെ ഇതിൽ അസാധാരണമാം വിധം കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടെന്നും അതോടൊപ്പം ജല, ഐസ്, കാർബൺ മോണോക്സൈഡ്, സയനൈഡ്, നിക്കൽ വാതകം പോലും അടങ്ങിയിരിക്കുന്നുവെന്ന് കണ്ടെത്തി. ഇതിലൂടെ എന്തായാലും മറ്റൊരു നക്ഷത്ര വ്യവസ്ഥയിൽ നിന്നും രൂപപ്പെട്ട ഒരു വസ്തുവാണ് ഇതെന്ന് ഉറപ്പിക്കാവുന്നതാണ്. ഇപ്പോഴും ഇതിനെ ശാസ്ത്രലോകം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഇതിന്റെ രൂപം വലുതാകുന്നതായും വേഗത വർദ്ധിക്കുന്നതായും ചുവന്ന നിറത്തിലേക്ക് മാറുന്നതായും കാണുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് 270 മില്യൺ കിലോമീറ്റർ അകലെ ആയതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കുന്നില്ല എന്നതാണ് കണ്ടെത്തൽ. ഒക്ടോബർ അവസാനത്തോടെ ഇത് സൂര്യനോട് അടുക്കുകയും സൂര്യനു പിൻഭാഗത്തായി കാണപ്പെടുകയും ചെയ്യും. തുടർന്ന് ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നും പുറത്തു കടക്കും എന്നാണ് സൂചന. ഓരോ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റും ഗാലക്സിയുടെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള വസ്തുക്കൾ പഠിക്കാനുള്ള അപൂർവ അവസരം നമുക്ക് നൽകുന്നു. അതിൻ്റെ വാതകങ്ങളും പൊടിപടലങ്ങളും വിശകലനം ചെയ്യുന്നതിലൂടെ മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളും വാൽ നക്ഷത്രങ്ങളും എങ്ങനെ രൂപം കൊള്ളുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയും. 3I/Atlas ആഴത്തിലുള്ള ബഹിരാകാശത്തു നിന്നുള്ള ഒരു സന്ദേശവാഹകനെ പോലെയാണ്. അന്യഗ്രഹ ലോകങ്ങളെക്കുറിച്ച് സൂചനകൾ ഇത് വഹിക്കുന്നു. 3I/Atlas ഒരു വാൽ നക്ഷത്രം മാത്രമല്ല, ഇത് നമ്മുടെ കൺമുന്നിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ച കഥയാണ്. കുറച്ചു സമയത്തേക്ക് മറ്റൊരു നക്ഷത്രവ്യൂഹത്തിൽ നിന്നുള്ള ഈ മഞ്ഞു മൂടിയ സഞ്ചാരി നമ്മുടെ ആകാശം പങ്കിടുകയും ഇരുട്ടിലേക്ക് തിരികെ അനന്തമായ യാത്ര തുടരുകയും ചെയ്യും. പ്രപഞ്ചം എത്ര വിശാലമാണെന്നും എത്ര നിഗൂഢതകൾ ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.